Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് KTU പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. First question, a block weighing 400 Newton resting on a rough horizontal floor supports a block B weighing 200 Newton. The blocks are connected to a string passing over a smooth pulley as shown in figure. Determine the least horizontal P to be applied to the block A so as to just move it towards right. Mu is equal to 0.25. Question തന്നെ figure തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് ബ്ലോക്ക് ഉണ്ട് A and B. എയുടെ വെയിറ്റ് ആണ് 400 ന്യൂട്ടൺ, ബിയുടെ വെയിറ്റ് ആണ് 200 ന്യൂട്ടൺ. ഈ രണ്ട് ബ്ലോക്സും ഒരു സ്ട്രിങ് വെച്ച് കണക്ട് ചെയ്തൊക്കെയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് താഴത്തെ A എന്ന ബ്ലോക്കിനെ റൈറ്റിലോട്ട് മൂവ് ചെയ്യാനായിട്ട് ആവശ്യമായ ലീസ്റ്റ് ഫോഴ്സ് P കാൽക്കുലേറ്റ് ചെയ്യുക. എല്ലാ കോണ്ടാക്ട് സർഫസിലെയും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.25 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ പ്രോബ്ലം ഫ്രിക്ഷൻ ഇൻ കണക്റ്റഡ് ബോഡീസിലെ പ്രോബ്ലം ആണ്. സോ ഫ്രിക്ഷൻ ഇൻ കണക്റ്റഡ് ബോഡീസിലെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഓരോ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക, കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യുക, അൺനോൺ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് കൺസിഡർ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബ്ലോക്ക് ബി. ആദ്യം അപ്പർ ബ്ലോക്ക് കൺസിഡർ ചെയ്യുക, ബി എന്ന ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് സെൽഫ് വെയിറ്റ് ഉണ്ട് 200 ന്യൂട്ടൺ ആക്ടിംഗ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ബ്ലോക്ക് എയുമായിട്ടുള്ള കോണ്ടാക്ട് സർഫസിൽ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട് R1. ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് 0.25 R1. ബ്ലോക്ക് ബി ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാനാണ് ടെൻഡൻസി, സോ ഫ്രിക്ഷണൽ ഫോഴ്സ് റൈറ്റിലോട്ട് ആക്ട് ചെയ്യും. Then സ്ട്രിങ്ങിലെ ടെൻഷൻ T acts away from the body. ഓക്കെ, അപ്പൊ ഇത്രയും ഫോഴ്സ് ആണ് ബ്ലോക്ക് ബിയിൽ ആക്ട് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യാ? അപ്ലൈ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ഫസ്റ്റ് കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം സിഗ്മ Fy is equal to 0. ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക, ഫൈൻഡ് R1. Then second condition of equilibrium sigma Fx is equal to 0. അവിടെ നിന്നും ഫൈൻഡ് T. ഓക്കെ, അപ്പോ ബ്ലോക്ക് ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് സ്ട്രിങ്ങിലെ ടെൻഷൻ T കിട്ടി. Then next consider the free body diagram of block A. ബ്ലോക്ക് എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യുക. ബ്ലോക്ക് എയിൽ ഏതൊക്കെ ഫോഴ്സസ് ആ വരുന്നത്? സെൽഫ് വെയിറ്റ് ഉണ്ട് 400 ന്യൂട്ടൺ, ആക്ട്സ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ബിയുമായിട്ടുള്ള കോണ്ടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ R1, ഫ്രിക്ഷണൽ ഫോഴ്സ് 0.25 R1. സ്ട്രിങ്ങിലെ ടെൻഷൻ T, ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് P, ഫ്ലോറുമായിട്ടുള്ള കോണ്ടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ R2, ഫ്രിക്ഷണൽ ഫോഴ്സ് 0.25 R2. ഇവിടെ നമുക്ക് വേണ്ടത് ലീസ്റ്റ് ഫോഴ്സ് P ആണ്. അപ്പോൾ P കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? അപ്ലൈ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ഫസ്റ്റ് അപ്ലൈ സിഗ്മ Fy is equal to 0. സിഗ്മ Fy is equal to 0 എന്ന കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യുക, ഫൈൻഡ് R2. Then second condition of equilibrium apply ചെയ്യുക, sigma Fx is equal to 0. So ഈ condition of equilibrium apply ചെയ്യുമ്പോൾ നമുക്ക് least horizontal force P കിട്ടും. Okay, അപ്പോൾ ഇങ്ങനെയാണ് ഫ്രിക്ഷൻ ഇൻ കണക്റ്റഡ് ബോഡീസിലെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാംസ് വരയ്ക്കുക, കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യുക, അൺനോൺ ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യുക. Okay. Second question, a uniform ladder of weight 100 Newton and length 5 meter is placed against a vertical wall in a position where its inclination to vertical is 30 degree. A man weighing 800 Newton climbs the ladder. At what position will the ladder slip? Coefficient of friction for all contact surfaces is 0.2. ഈ ക്വസ്റ്റ്യൻ ലാഡർ ഫ്രിക്ഷനിലെ പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഒരു ലാഡർ തന്നിട്ടുണ്ട് ഓഫ് വെയിറ്റ് 100 ന്യൂട്ടൺ ആൻഡ് ലെങ്ത് 5 മീറ്റർ. ലാഡർ ഒരു വെർട്ടിക്കൽ വാളിൽ ഇൻക്ലൈൻഡ് ആയിട്ട് ഇരിക്കുവാണ്. വെർട്ടിക്കൽ വാളുമായിട്ടുള്ള ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആണ്. ലാഡറിന്റെ മുകളിലൂടെ 800 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു മാൻ ക്ലൈംബ് ചെയ്യാണ്. ഈ മാൻ ഏത് പൊസിഷനിൽ എത്തുമ്പോഴാണ് ലാഡർ സ്ലിപ്പ് ചെയ്യുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. എല്ലാ കോണ്ടാക്ട് സർഫസിലെയും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.2 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ലാഡർ ഫ്രിക്ഷനിലെ പ്രോബ്ലം ചെയ്യാനായിട്ട് ആദ്യമേ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ച് ഫിഗർ വരയ്ക്കുക, ലാഡറിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. സോ ഞാൻ ഇവിടെ ഒരു ലാഡർ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എ ബി
ലാഡർ വെർട്ടിക്കൽ വാളുമായിട്ട് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. ലാഡറിന്റെ സെൽഫ് വെയിറ്റ് 100 ന്യൂട്ടൺ. ലാഡറിന്റെ സെന്റർ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഫ്ലോറുമായിട്ടുള്ള കോൺടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ RF, ഫ്രിക്ഷണൽ ഫോഴ്സ് 0.2 RF. ലാഡറിന്റെ ഫ്ലോറിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, കാരണം ബോട്ടം എൻഡിന് ലെഫ്റ്റ് മൂവ് ചെയ്യാനായിരിക്കും ടെൻഡൻസി. ലാഡറും വെർട്ടിക്കൽ വാളുമായിട്ടുള്ള കോൺടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ RW, ഫ്രിക്ഷണൽ ഫോഴ്സ് 0.2 RW. ബിയിൽ എന്ന കോൺടാക്ട് സർഫസിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്വേർഡ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, കാരണം ബി എന്ന എൻഡിന് ഡൗൺവേർഡ് മൂവ് ചെയ്യാനാണ് ടെൻഡൻസി. ദെൻ ഞാൻ അസ്യൂം ചെയ്യാണ് മാൻ ബോട്ടത്തിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ്, ലാഡറിന്റെ ബോട്ടത്തിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് മാറി മാൻ നിൽക്കുമ്പോഴാണ് ലാഡർ സ്ലിപ്പ് ചെയ്യുന്നത്. ആൻഡ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ എക്സ് ഡിസ്റ്റൻസ് ആണ്. സോ ഫസ്റ്റ് ഞാൻ അസ്യൂം ചെയ്തു ലെറ്റ് ദ മാൻ ബി അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദി ബോട്ടം ഓഫ് ലാഡർ. ഇനി എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ലാഡറിന്റെ പ്രോബ്ലത്തിൽ നമ്മൾ 3 കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യുന്നുണ്ട്. സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എം is equal to 0. So first apply condition of equilibrium. Sigma fx is equal to 0. Sum of horizontal forces is equal to 0. So equation 0.2 RF minus RW is equal to 0. ഇവിടെ നിന്നും find RF in terms of RW. So എനിക്ക് RF 5 RW എന്ന് കിട്ടും. Then apply second condition of equilibrium. Sigma fy is equal to 0. Sum of vertical forces is equal to 0. RF plus 0.2 RW is equal to 100 plus 800. ഈ ഇക്വേഷനിൽ RF ന്റെ പ്ലേസിൽ 5 RW സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക and find RW. Okay. അപ്പോൾ ഇക്വേഷനിൽ RF ന്റെ പ്ലേസിൽ നമ്മൾ ഓൾറെഡി RF is equal to 5 RW എന്ന് കിട്ടിയിട്ടുണ്ട്. So 5 RW സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആ ഇക്വേഷനിൽ ഒറ്റ അൺനോണേ ഉള്ളൂ, find RW. Then next അടുത്ത കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യുക. സിഗ്മ എം എ ഇസ് ഈക്വൽ ടു 0. മൊമെന്റ് എടുക്കാം 800 ഇൻറ്റു എക്സ് കോസ് 60 പ്ലസ് 100 ഇൻറ്റു 2.5 കോസ് 60 മൈനസ് RW ഇൻറ്റു 5 സൈൻ 60 മൈനസ് 0.2 RW ഇൻറ്റു 5 കോസ് 60 ഇസ് ഈക്വൽ ടു 0. RW പകരം ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് RW ന്റെ വാല്യൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷനിൽ എക്സ് മാത്രമേ അൺനോൺ ആയിട്ടുണ്ടാവൂ. ഫൈൻഡ് എക്സ്. എക്സ് ഇസ് ഈക്വൽ ടു 1.78 മീറ്റർ എന്ന് കിട്ടും. സോ ലാഡറിന്റെ ബോട്ടത്തിൽ നിന്നും 1.78 മീറ്റർ മാറി മാൻ നിൽക്കുമ്പോഴാണ് ലാഡർ സ്ലിപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ലാഡർ ഫ്രിക്ഷനിലെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. The next problem, in a crank and connecting rod mechanism, the length of crank and the connecting rod are 12 cm and 50 cm respectively. The crank is rotating at 300 rpm. Find the angular velocity of the connecting rod and velocity of the piston when the crank is at an angle of 45 degree with the horizontal. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു crank connecting rod mechanism ആണ് തന്നിരിക്കുന്നത്. ക്രാങ്കിന്റെയും കണക്റ്റിംഗ് റോഡിന്റെയും ലെങ്ത് തന്നിട്ടുണ്ട്, ക്രാങ്കിന്റെ റൊട്ടേറ്റിംഗ് സ്പീഡ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് കണക്റ്റിംഗ് റോഡിന്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് പിസ്റ്റന്റെ വെലോസിറ്റി VB കാൽക്കുലേറ്റ് ചെയ്യുക. ക്രാങ്ക് ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഡേറ്റാസ് യൂസ് ചെയ്ത് ഫസ്റ്റ് ഫിഗർ വരയ്ക്കുക. സോ ഞാൻ ഇവിടെ ഫിഗർ ശ്രദ്ധിക്കുക. ഞാൻ ഒരു ക്രാങ്ക് OA ആണ് വരച്ചേക്കുന്നത്. ക്രാങ്ക് Oയുടെ റൊട്ടേറ്റിംഗ് സ്പീഡ് ആണ് 300 rpm എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ദെൻ AB ആണ് നമ്മുടെ കണക്റ്റിംഗ് റോഡ്. ABയുടെ ആംഗുലർ വെലോസിറ്റി ഒമേഗ AB കാൽക്കുലേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ പിസ്റ്റൺ വെലോസിറ്റി, അതായത് VB കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് പിസ്റ്റന്റെ വെലോസിറ്റി. അതും നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കൺസെപ്റ്റ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. സോ കൺസെപ്റ്റ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും രണ്ട് വെലോസിറ്റിയുടെ ഡയറക്ഷൻ അറിയണം.
ഏതെങ്കിലും രണ്ട് വെലോസിറ്റിയുടെ ഡയറക്ഷൻ അറിഞ്ഞാലേ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോ ആദ്യമേ നമ്മൾ ചെയ്യുന്നത് ക്രാങ്കിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് 300 RPM. OA എന്ന ക്രാങ്കിന്റെ സ്പീഡാണ് 300 RPM എന്ന് തന്നേക്കുന്നത്. സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ ക്രാങ്കിന്റെ ആംഗുലർ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാലോ. ആംഗുലർ വെലോസിറ്റിയും സ്പീഡുമായിട്ടുള്ള റിലേഷൻ ഒമേഗ ഇസ് ഈക്വൽ ടു 2πn ഡിവൈഡഡ് ബൈ 60. അപ്പൊ ഈ ഇക്വേഷനിൽ n ന് 300 RPM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് ഫൈൻഡ് ആംഗുലർ വെലോസിറ്റി ഓഫ് ക്രാങ്ക്. നമുക്ക് ആംഗുലർ വെലോസിറ്റി ഓഫ് ക്രാങ്ക് 31.42 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് വരും. ശ്രദ്ധിക്കുക, ക്രാങ്കിന്റെ വെലോസിറ്റി ആംഗുലർ വെലോസിറ്റി നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ക്രാങ്കിന്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തൂടെ? OA നമുക്കറിയാം, വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല R ഒമേഗ ആണ്. സോ VA is equal to OA into omega OA. ഇവിടെ R എന്ന് പറയുന്നത് ക്രാങ്കിന്റെ ലെങ്ത് ആണ്, ദാറ്റ് ഈസ് OA into omega OA. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രാങ്കിന്റെ വെലോസിറ്റി 3.77 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി ശ്രദ്ധിക്കുക, വെലോസിറ്റി ഓഫ് ക്രാങ്ക് ആക്ട് ചെയ്യുന്നത് OAക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഓക്കെ, VA നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. സോ VA ആക്ട് ചെയ്യുന്നത് OAക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അപ്പൊ നമുക്ക് VAയുടെ ഡയറക്ഷൻ കിട്ടി. ഇനി ശ്രദ്ധിക്കുക, പിസ്റ്റന്റെ വെലോസിറ്റി എപ്പോഴും ആക്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും. ബിയിൽ നിന്നും ഹൊറിസോണ്ടലി ആയിരിക്കും പിസ്റ്റന്റെ വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബിയുടെ ഡയറക്ഷനും കിട്ടി. നമുക്ക് രണ്ട് വെലോസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടി. VA OAക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. VB ബിയിൽ നിന്നും ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ട് വെലോസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടി. രണ്ട് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്യാലോ. എങ്ങനെയാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്യുന്നത്? ഇഫ് നമുക്ക് വെലോസിറ്റി നോൺ പാരലൽ ആണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? രണ്ട് വെലോസിറ്റിയിൽ നിന്നും പെർപെൻഡിക്കുലർസ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ VBയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്തു, VAയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഈ രണ്ട് ലൈൻസിന്റെയും ഇന്റർസെക്ഷൻ പോയിന്റ് ആണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ I. ഓക്കെ, അപ്പൊ രണ്ട് നോൺ പാരലൽ ഫോഴ്സസ് അല്ലെങ്കിൽ രണ്ട് നോൺ പാരലൽ വെലോസിറ്റി ആണ് നമുക്ക് ഉള്ളതെങ്കിൽ ഈ രണ്ട് വെലോസിറ്റീസിൽ നിന്നും പെർപെൻഡിക്കുലർസ് വരയ്ക്കുക. ഈ പെർപെൻഡിക്കുലർസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഇൻസ്റ്റന്റേനിയസ് സെന്റർ. സോ എനിക്ക് ഇൻസ്റ്റന്റേനിയസ് സെന്റർ I കിട്ടി. ഇനി എനിക്ക് IA ആൻഡ് IB മെഷർ ചെയ്യാൻ കഴിഞ്ഞാലേ വെലോസിറ്റി VB കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം കൺസെപ്റ്റ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ യൂസ് ചെയ്തിട്ട് VB എന്ന് പറയുന്നത് ഒമേഗ AB ഇൻറ്റു IB ആണ്. അപ്പൊ എനിക്ക് IB എന്ന ഡിസ്റ്റൻസ് വേണം. ശ്രദ്ധിക്കുക, കൺസിഡർ ട്രയാങ്കിൾ IAB. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ AB എന്ന സൈഡ് എനിക്ക് അറിയാം. ഇനി ഈ ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിൾസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ റൂൾ അപ്ലൈ ചെയ്ത് എനിക്ക് IA ആൻഡ് IB കാൽക്കുലേറ്റ് ചെയ്തൂടെ? സോ നെക്സ്റ്റ് എന്റെ എയിം എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ IABയുടെ ഇന്റീരിയർ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. സോ അതിനായിട്ട് ആദ്യം ഞാൻ എടുത്തു ആംഗിൾ ABA ഡാഷ്. ആംഗിൾ ABA ഡാഷിനെ ഞാൻ ഫൈ എന്ന് വിളിച്ചു. ഫസ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഫൈ ആണ്. ഫൈ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ എന്ത് ചെയ്തു? ട്രയാങ്കിൾ OAA ഡാഷ് കൺസിഡർ ചെയ്തു. ഈ ട്രയാങ്കിളിന്റെ OA നോൺ ആണ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആംഗിൾ 45 ഡിഗ്രി അറിയാം. ഈ ട്രയാങ്കിളിൽ നിന്നും AA ഡാഷ് കാൽക്കുലേറ്റ് ചെയ്തൂടെ? സൈൻ 45 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് AA ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യാം. Then consider triangle BAA dash. അടുത്ത BAA dash എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ആ ട്രയാങ്കിളിൽ നിന്നും സൈൻ 5 എടുക്കുക. ഓപ്പോസിറ്റ് സൈഡ് AA dash ഡിവൈഡഡ് ബൈ ഹൈപ്പോറ്റന്യൂസ് AB. AA dash നോൺ ആണ്, AB നോൺ ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് 5. ഓക്കെ, സോ ആംഗിൾ ABB dash ആംഗിൾ ABA dash നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ then ആംഗിൾ ABI എന്ന് പറയുന്നത് 90 മൈനസ് ആംഗിൾ ABA ഡാഷ് അല്ലേ? സോ നമുക്ക് ആംഗിൾ ABI കിട്ടും. then നെക്സ്റ്റ് ചെയ്യാം, ആംഗിൾ ABI കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് വേണ്ടത് ആംഗിൾ BAI ആണ്. സോ ആംഗിൾ BI കിട്ടാനായിട്ട് നമുക്ക് ഓൾറെഡി ആംഗിൾ A ഡാഷ് AB കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
ആംഗിൾ എ ഡാഷ് എ ബി എന്ന് പറയുന്നത് 180 മൈനസ് ഓഫ് 90 പ്ലസ് 9.77 ആണ്. ദാറ്റ് ഇസ് 80.23. അപ്പോൾ നമുക്ക് ആംഗിൾ ഒ എ ഡാഷ് എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. ആംഗിൾ എ ഡാഷ് എ ബി എന്ന് പറയുന്നത് 80.23 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എ ഐ എന്തായിരിക്കും? 180 മൈനസ് ഓഫ് 45 പ്ലസ് 80.23 ദാറ്റ് ഇസ് 59.77. അപ്പൊ നമുക്ക് ആംഗിൾ എ ബി ഐ 80.23 എന്ന് കിട്ടി. ആംഗിൾ ബി എ ഐ 59.77 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഐ ബി എന്തായിരിക്കും? 180 മൈനസ് ഓഫ് 80.23 പ്ലസ് 59.77 ദാറ്റ് ഇസ് 40 ഡിഗ്രി. സോ ആംഗിൾ എ ഐ ബി എന്ന് പറയുന്നത് 40 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ. Then next നമുക്ക് ട്രയാങ്കിൾ എ ബി ഐയുടെ എ ബി എന്ന സൈഡ് അറിയാം. എല്ലാ ഇന്റീരിയർ ആംഗിൾസും നമുക്ക് കിട്ടി. 80.23, 59.77, 40 ഡിഗ്രി. ഇനി എന്ത് ചെയ്യുക? അപ്ലൈ സൈൻ റൂൾ. എ ബി ബൈ സൈൻ 40 is equal to IA by sin 80.23 is equal to IB divided by sin 59.77. ഈ ഇക്വേഷനിൽ നിന്നും find IA and IB. IA and IB കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ആംഗുലർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ് AB. അത് കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? VA is equal to omega AB into IA. ഈ ഇക്വേഷനിൽ VA ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. IA ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അൺനോൺ ആയിട്ട് ഒമേഗ AB ഉള്ളൂ. ഫൈൻഡ് ഒമേഗ AB. ദെൻ ഒമേഗ AB കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് VB വെലോസിറ്റി ഓഫ് പിസ്റ്റൺ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒമേഗ AB into IB കൺസെപ്റ്റ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ യൂസ് ചെയ്ത് VB കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈനലി ആൻസേഴ്സ് എടുത്തെഴുതുക. ആംഗുലർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ് 4.89 radians per second എന്ന് കിട്ടും. വെലോസിറ്റി ഓഫ് പിസ്റ്റൺ ദാറ്റ് ഇസ് VB 3.28 meter per second എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് കണക്റ്റിംഗ് റോഡ് ആൻഡ് ക്രാങ്കിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ. The next problem, two bodies of weight 60 Newton and 40 Newton are connected to the two ends of a light inextensible string which passes over a smooth pulley. The weight 60 Newton is placed on a smooth inclined plane of angle of inclination 10 degree while the weight 40 Newton is hanging free in air. Determine the acceleration and tension in string. അപ്പോൾ ക്വസ്റ്റ്യനിൽ രണ്ട് ബോഡീസ് തന്നിട്ടുണ്ട്. രണ്ട് ബോഡിയുടെയും വെയിറ്റ് 60 ന്യൂട്ടൺ ആണ്, 40 ന്യൂട്ടൺ ആണ്. ഈ രണ്ട് ബോഡിയും ഒരു സ്ട്രിങ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. 60 ന്യൂട്ടൺ വെയിറ്റ് ഒരു ഇൻക്ലൈൻഡ് സ്മൂത്ത് പ്ലെയിനിലാണ് ഇരിക്കുന്നത്. പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ 10 ഡിഗ്രി ആണ്. 40 ന്യൂട്ടൺ ഫ്രീ ആയിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. സോ ഈ പ്രോബ്ലം മോഷൻ ഇൻ കണക്റ്റഡ് ബോഡീസിലെ പ്രോബ്ലം ആണ്. ഫോർത്ത് മോഡ്യൂളിലെ മോഷൻ ഇൻ കണക്റ്റഡ് ബോഡീസിലെ പ്രോബ്ലം ആണ്. സോ ആദ്യമേ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ച് ഫിഗർ വരയ്ക്കുക. ഞാനിപ്പോൾ 60 ന്യൂട്ടൺ വെയിറ്റ് 10 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലെയിനിലാണ് ഇരിക്കുന്നത്. 40 ന്യൂട്ടൺ ഫ്രീ ആയിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ബോഡിയും ഒരു സ്ട്രിങ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരേ സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ സ്ട്രിങ്ങിലെ ടെൻഷൻ T ആണ്. ഓക്കെ. അപ്പൊ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? ഓരോ ബോഡിയുടെ ആയിട്ട് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഫസ്റ്റ് കൺസിഡർ ദി ഡൗൺവേർഡ് മോഷൻ ഓഫ് 40 Newton. 40 Newton വെയിറ്റിന്റെ ഡൗൺവേർഡ് മോഷൻ കൺസിഡർ ചെയ്യുക. ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം. 40 ന്യൂട്ടന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ സെൽഫ് വെയിറ്റ് 40 ന്യൂട്ടൺ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യും. ടെൻഷൻ ഓൺ സ്ട്രിങ് ആക്ട്സ് അവേ ഫ്രം ദി ബോഡി. ഇനി ബോഡി വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് മൂവ് ചെയ്യുന്നത്. സോ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആപ്ലിക്കേഷൻ ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ. സോ നെറ്റ് ഫോഴ്സ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു mass into acceleration. ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ നെറ്റ് ഫോഴ്സ് എടുക്കുമ്പോൾ സൈൻ കൺവെൻഷൻ കൊടുക്കേണ്ടത് ബോഡി ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലെ ഫോഴ്സ് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ബോഡി ഡൗൺവേർഡ് ആണ് മൂവ് ചെയ്യുന്നത്. സോ 40 പോസിറ്റീവ് ആയിരിക്കും. സോ നമ്മുടെ ഇക്വേഷൻ 40 minus T is equal to 40 divided by 9.81 into A. ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. T plus 40 by 9.81 A is equal to 40. Put it as equation number 1. Similarly, consider the motion of 16 Newton up the inclined plane. At the 16 Newton motion consider ചെയ്യുക.
draw the free body diagram, then apply condition of equilibrium. ഈ ബോഡിക്ക് inclined plane perpendicular ആയിട്ട് മോഷൻ ഇല്ല. സോ perpendicular inclined plane perpendicular ആയിട്ടുള്ള ഡയറക്ഷനിലെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ നെറ്റ് ഫോഴ്സ് perpendicular to inclined plane is equal to 0. അവിടെ നിന്ന് find R. Then body move ചെയ്യുന്നത് inclined plane parallel ആയിട്ടാണ്. So net force parallel to inclined plane is equal to mass into acceleration. So T minus sin 60 sin 10 is equal to 60 by 9.81 A. Equation again rearrange ചെയ്യുക. T minus 60 by 9.81 A is equal to 60 sin 10. Put it as equation number 2. First equation and second equation compare ചെയ്യുക. രണ്ട് equation T and A രണ്ട് unknowns ഉണ്ട്. രണ്ട് equation solve ചെയ്യുക. Find tension in string and acceleration. Okay. അപ്പോൾ ഇങ്ങനെയാണ് motion in connected bodiesലെ problem solve ചെയ്യുന്നത്. Then last problem. A body performing simple harmonic motion has a velocity of 12 meter per second when the displacement is 50 mm and 3 meter per second when the displacement is 100 mm. The displacement being measured from the midpoint. Calculate the frequency and amplitude of motion. What is the acceleration when the displacement is 75 mm? The question simple harmonic motion problem ആണ്. Question പറഞ്ഞേക്കുന്നത് velocity 12 meter per second ആവുമ്പോൾ displacement 50 mm ആണ്. Velocity 3 meter per second ആവുമ്പോൾ displacement 100 mm ആണ്. അങ്ങനെയാണെങ്കിൽ calculate the frequency and amplitude of motion and also displacement 75 mm ആവുമ്പോൾ acceleration calculate ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. So problem solve ചെയ്യാം. First displacement x 50 mm അതായത് 0.05 meter ആവുമ്പോൾ velocity 12 meter per second ആണ്. Displacement velocity relation എന്ന് പറയുന്നത് v is equal to omega into root of r square minus x square. Equationലെ value substitute ചെയ്യുക. 12 is equal to omega into root of r square minus 0.05 square. Put it as equation number 1. Then second data എന്ന് പറയുന്നത് displacement 100 mm that is 0.1 meter ആവുമ്പോൾ velocity 3 meter per second. Displacement velocity relation apply ചെയ്യുക. 3 is equal to omega into root of r square minus 0.1 square. Put it as equation number 2. രണ്ട് equation രണ്ട് unknowns. രണ്ട് equation divide ചെയ്യുക. Find amplitude of motion. Okay. First equation second equation divide ചെയ്യുമ്പോൾ omega omega cancel ചെയ്തു പോകും. R മാത്രമേ unknown ആയിട്ടുള്ളൂ. Find R. R നമുക്ക് 102.5 mm എന്ന് കിട്ടും. ഇനി R നെ first equationലോ second equationലോ substitute ചെയ്യുക. Find omega. നമ്മളോട് frequency of motion ആണ് ചോദിച്ചിരിക്കുന്നത്. Angular velocity യും frequency യും തമ്മിലുള്ള relation omega is equal to 2 pi f. So f is equal to omega by 2 pi. Equationൽ substitute ചെയ്യുക. Find frequency of motion. Okay. നമുക്ക് amplitude of motion R ഉം കിട്ടി. Frequency of motion f ഉം കിട്ടി. Then last നമ്മളോട് ചോദിച്ചിരിക്കുന്നത് displacement 75 mm that is x 0.075 meter ആകുമ്പോൾ find the acceleration. Acceleration is equal to omega square x. Find acceleration using this formula. Okay. അപ്പോൾ ഇങ്ങനെയാണ് simple harmonic motionലെ problem solve ചെയ്യുന്നത്. Then next ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിന് സിമിലർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അസൈൻമെന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് സോൾവ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.